നമ്മുടെ ഭൂമിയിൽ നിരവധി സന്നദ്ധ സേവകരുണ്ട്. രാവന്തിയോളം മനുഷ്യ നന്മയ്ക്കായും അവരുടെ സേവനത്തിനായും പ്രവർത്തിക്കുന്നവർ അനവധിയാണ്. മദർ തെരേസയെ പോലുള്ളവർ നമുക്ക് കാണിച്ചെന്ന വലിയൊരു ജീവിത രീതി ഇപ്പോഴും പുലുകുന്നവർ ഒരുപാടാണ്. മലയാളികളുടെ നന്മ പറ്റാത്ത മനസ്സും ലോകത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ഏതൊക്കെ വലിയ ജീവിത രീതി അവലംബിച്ചവരാണെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യമുണ്ടായാൽ ആളുകളെ സഹായിക്കുന്നവരുടെ കാര്യം വളരെ ചുരുക്കമാണ്. അത്തരത്തിൽ ഒരു സഹയാത്രികന്റെ വിസർജ്യം വിമാനത്തിൽ വെച്ച് ക്ലീൻ ചെയ്ത ഒരു നന്മ മരത്തിന്റെ കഥയാണിത്. വിമാനയാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന അപരിചിതൻ പെട്ടെന്ന് രോഗബാധിതനായപ്പോൾ അയാൾ ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ ആത്മാർത്ഥമായി പരിചരിച്ച ഒരു മലയാളി യുവാവിന്റെ വാക്കുകൾ ഇപ്പോൾ പ്രസിദ്ധമാവുകയാണ്. ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. യാത്രക്കാർ ആരും കാണാതെ അദ്ദേഹത്തിന്റെ വിസർജ്യം കോരിയെടുത്ത് ഒരു കവറിലാക്കി. നമ്മളും മനുഷ്യരല്ലേ? ഇതുപോലെ ഇടയ്ക്കൊക്കെ ആകാശത്തൂടെ യാത്ര ചെയ്യാറുള്ളതല്ലേ? നാളെ നമുക്കും ഇതുപോലെ ഒന്നും സംഭവിക്കില്ലെന്ന് ആരറിഞ്ഞു? ഖത്തറിൽ ബിസിനസ്സുകാരനായ കാസർഗോഡ് വിദ്യാനഗർ എരുത്തുംകടവ് സ്വദേശി KP മുഹമ്മദ് എന്ന 38 വയസ്സുകാരനാണ് എയർ ഇന്ത്യയുടെ അടക്കമുള്ളവരുടെ മനം കവർന്നത്. ഈ മാസം 22-ാം തീയതിയായിരുന്നു ഈ സംഭവം. വൈകിട്ട് 5:30 മംഗലാപുരത്ത് നിന്ന് ഖത്തറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരനായിരുന്നു ഇദ്ദേഹം. കോഴിക്കോടിലെ ആലിക്കോയെയും ഇതേ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനം പറക്കാൻ തുടങ്ങി ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിൻസീറ്റിലിരിക്കായിരുന്ന ആലിക്കോയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് കുറെ ഛർദ്ദിക്കുകയും മലമൂത്ര വിസർജനം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ബോധം നഷ്ടപ്പെട്ടു. രോഗബാധിതനാണെന്ന് മനസ്സിലാക്കിയതോടെ മറ്റൊന്നും ആലോചിക്കാതെ മുഹമ്മദ് റഫീഖ് ഇയാളെ പരിചരിക്കുകയായിരുന്നു. മലമൂത്ര വിസർജനം കോരിയെടുത്ത് കവറിലാക്കുകയും ആശ്വാസവാക്കുകൾ ചൊരിയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. യാത്രക്കാരിൽ ഒരാളായ ഡോക്ടർ പരിശോധിച്ചപ്പോൾ രക്തസമ്മർദ്ദം കുറഞ്ഞതായും ഹൃദയമിടിപ്പിൽ വ്യത്യാസമുണ്ടായതായും കണ്ടെത്തിയിരുന്നു. വിമാനം എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള മസ്കറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറക്കി. ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോകും വരെ മുഹമ്മദ് റഫീഖ് വിമാന ജീവനക്കാരോടൊപ്പം സഹായത്തിനുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കൂടെ ആശുപത്രിയിൽ പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും വിസ പ്രശ്നം ഒന്നതുകൊണ്ട് മാത്രം സാധിച്ചില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴേക്കും മറ്റു ജീവനക്കാരുടെയും മറ്റ് യാത്രക്കാരും കരുതിയിരുന്നത് മുഹമ്മദ് റഫീഖ് അദ്ദേഹത്തിന്റെ മകൻ തന്നെയായിരുന്നുവെന്നാണ്. അപരിചിതനായ സഹയാത്രികർ മാത്രമാണെന്നറിഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുകയും മുഹമ്മദ് റഫീഖിനെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയും കെട്ടിപ്പിടിക്കുകയും വരെ ചെയ്തു. ഖത്തർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയപ്പോൾ അവിടെയും എയർ ഇന്ത്യ അധികൃതർ റഫീഖിനെ മനസ്സറിഞ്ഞ് സ്വീകരിച്ച് അഭിനന്ദനം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. പിന്നീട് സംഭവം അറിഞ്ഞപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വളരെ വൈറലാവുകയായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തു നിന്നും ഈ യുവാവ് അഭിനന്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താമസ സ്ഥലത്തെത്തിയിട്ടും മുഹമ്മദ് റഫീഖിന്റെ മനസ്സ് അപരിചിതനായ മനുഷ്യന്റെ കൂടെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഒരാപത്തും വരരുതേ എന്ന് അകമഴിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. മാത്രമല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരണമേ എന്ന് കൂടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉറങ്ങാൻ കിടന്നത്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ എതിരേറ്റത് ഉള്ളുലയ്ക്കുന്ന ആ വാർത്തയാണ്. ആ മനുഷ്യൻ ആശുപത്രിയിൽ നിര്യാതനാവുകയായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിലെ എയർ ഹോസ്റ്റൽമാരുടെ ആ സമയത്തെ സേവനം വിലമതിക്കാനാവാത്തതാണെന്ന് മുഹമ്മദ് റഫീഖ് പിന്നീട് പറയുകയുണ്ടായി. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസിനെ എപ്പോഴും കുറ്റം പറയുകയും പഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു യാത്രക്കാരൻ രോഗബാധിതനായപ്പോൾ അവരുടെ പ്രവർത്തനം ശ്ലാഘനീയമായിരുന്നു. വർഷങ്ങളായി ഖത്തറിൽ ബിസിനസ് നടത്തുന്ന മുഹമ്മദ് റഫീഖ് അവധി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴായിരുന്നു ഇത്തരം ഒരു സംഭവം നേരിടേണ്ടി വന്നത്. ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ആലിക്കോയ ആവട്ടെ കഴിഞ്ഞ 40 വർഷമായി ഖത്തറിൽ കോടതി ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. കോഴിക്കോട് സ്വദേശിയായ ഇദ്ദേഹത്തിന് റസിയ, അലീമ എന്ന 2 ഭാര്യമാരാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.